ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇനി അവിടെ തയ്യാറാക്കുന്നത് ഒരു പിങ്ക് പാലട പായസമാണ് കേട്ടോ. അപ്പോൾ ഓണക്കല്ലേ വരുന്നത്, നമുക്കൊരു 30-40 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഈ ഒരു പായസം ഞാൻ തയ്യാറാക്കുന്നത് ഡബിൾ ഹോഴ്സിന്റെ പാലട മിക്സ് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് തയ്യാറാക്കി എടുക്കാം. പാലട പായസം മിക്സ് 200 ഗ്രാം ഉണ്ട്, 300 ഗ്രാം ഉണ്ട്. അതിൽ ഞാനിപ്പോൾ 300 ഗ്രാമിന്റെ 2 പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉരുളിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പൊ ഇതിന്റെ കളറൊന്ന് മാറി വരും. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കളർ മാറി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. കുറച്ചുകൂടി കളർ മാറി വന്നാൽ നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് പാലട മിക്സ് കൊണ്ട് പായസം തയ്യാറാക്കുമ്പോൾ പിങ്ക് കളർ കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പൊ കളർ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml കപ്പ് കൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത പാട് അതിലേക്ക് നമുക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാൽ ഒഴിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ ഞാനിവിടെ 4 പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് പാല് 500 ml ആണ് കേട്ടോ. അറിയുന്നവരായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. മക്കളുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഈ ഒരു പായസം തയ്യാറാക്കുന്നത്. പാൽ ഒഴിച്ച പാടെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ പാല് തിളക്കുന്നത് വരെ ഇതുപോലെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പാട കെട്ടാതിരിക്കാനാണ് കേട്ടോ. പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പായസം മിക്സ് ചേർത്ത് കൊടുക്കാം. 300 ഗ്രാമിന്റെ 2 പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ പായസം മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാലടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ പായസത്തിന്റെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. പാലട മിക്സ് കൊണ്ട് പായസം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പിങ്ക് കളർ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കാരമൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പായസം തയ്യാറാക്കുന്നത്. നമുക്കിപ്പോ ഈ ഒരു കാരമൽ ചെയ്തൊഴിക്കുന്നത് ഏറ്റവും അവസാനം വേണമെങ്കിലും ചെയ്യാം. പാലട എല്ലാം തയ്യാറായതിനു ശേഷം അതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് അത് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാല് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പാലൊന്ന് ഏകദേശം വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നതേ പെട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മാത്രം ബാലൻസ് ചെയ്യാൻ എന്തായാലും 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടൊക്കെ പോയി വരുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടി കുറുകി വരും. അപ്പൊ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ പായസം ചൂടൊക്കെ മാറി നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് പായസം കിട്ടാനായിട്ട്. അപ്പോൾ ഒരു പാലട പായസം മിക്സ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാനും കൂടെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക്